മിസ്റ്റർ ടെക്കിയുടെ അടുത്ത വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു അടിപൊളി കിർലോസ്കി ഇൻട്രോ വീഡിയോ ഉണ്ടാക്കാം കൈൻമാസ്റ്ററിലൂടെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ട്യൂട്ടോറിയൽ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ട്രയൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ടാക്കി ഇതേപോലെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ കൈൻമാസ്റ്റർ സെലക്ട് ചെയ്യാം. കൈൻമാസ്റ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ പ്രോജക്റ്റ് എടുക്കുക. പ്ലസ് ബട്ടൺ അമർത്താൻ 16:9 എടുക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെന്ന് വെച്ചാൽ ആ കളർ എടുക്കുക. കളറിന് ശേഷം നിങ്ങൾക്ക് എത്ര സെക്കൻഡ് വേണം അത്രയും സെക്കൻഡ് വരെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 8 സെക്കൻഡ് 8 സംതിങ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം ലെയറിൽ പോയിട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ലെയർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇൻട്രോ ആയിട്ട് കൊടുക്കേണ്ടത് അതവിടെ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ മിസ്റ്റർ ടെക്കി, എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നത്, മിസ്റ്റർ ടെക്കി എന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് ആ വലുപ്പത്തിനനുസരിച്ചിട്ട് സൈസ് കൂട്ടി കൊടുക്കുക. ശേഷം ടെക്സ്റ്റ് കൊടുക്കുക. അതായത് എന്ന് ഫോണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് കൊടുക്കുക. ഞാൻ ലാറ്റിനിൽ പോയിട്ട് വേവൻ എന്ന ടെക്സ്റ്റാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ആ ടെക്സ്റ്റ് ആ വീഡിയോ എൻഡ് വരെ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് വലിച്ച് നീട്ടി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണാം. അതിനുശേഷം ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് കളർ അടിച്ചു കൊടുക്കുക. കളർ റെക്റ്റാങ്കിൾ കൊടുക്കുക. എന്നിട്ട് പച്ച കൊടുക്കുക. പച്ച തന്നെ കൊടുക്കണം, വേറൊരു കളറും കൊടുക്കാൻ പറ്റില്ല. അതിനുശേഷം നെക്സ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് നമ്മൾ മാക്സിമം ക്വാളിറ്റി സെലക്ട് ചെയ്യുക. എക്സ്പോർട്ട് നമ്മളെ വീഡിയോ എക്സ്പോർട്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഒരു പുതിയ പ്രോജക്റ്റ് എടുക്കുക. പുതിയ പ്രോജക്റ്റ് എടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ഏത് വീഡിയോ കൊടുക്കണം, അതായത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഏത് വീഡിയോ വരണം ആ വീഡിയോ പോയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീഡിയോനനുസരിച്ചിട്ടുള്ള ടൈം കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ 8 സെക്കൻഡാണ്. 8 സെക്കൻഡാക്കി സെലക്ട് ചെയ്യുക. നമ്മൾ എവിടെ നോട്ടാണ് എവിടം വരെയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൂട്ടിയിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ പോയിട്ട് ട്രിം ഫ്രം ലെഫ്റ്റ് കൊടുക്കുക. അതിനുശേഷം എൻഡിങ് പോയിന്റ് പോയിട്ട് ട്രിം ടു റൈറ്റ് കൊടുക്കുക. നമ്മുടെ 8 സെക്കൻഡ് വീഡിയോ കിട്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ വീഡിയോന് സൗണ്ട് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്ത വീഡിയോന് ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് എങ്ങനെ കളയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൗണ്ട് പിന്നീട് കൊടുക്കാവുന്നതാണ്. സൗണ്ട് കളയുന്നുണ്ടെങ്കിൽ കളയാതിരിക്കാം. ഓക്കെ, നമ്മൾ സൗണ്ട് കളഞ്ഞിരിക്കുന്നു. അതിനുശേഷം വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ വരാൻ പോകുന്ന വീഡിയോ. അതിനുശേഷം നമ്മൾ വീണ്ടും ലെയർ കൊടുത്തിട്ട് മീഡിയ എടുത്തതിന് ശേഷം നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ ടെക്സ്റ്റ് എടുക്കുക. ആ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ഫുൾ സ്ക്രീൻ ആയി കൊടുക്കുക. വലിച്ച് നീട്ടി ആ ഫുൾ വീഡിയോ കവറാവുന്ന രീതിയിൽ വലിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അടിയിലോട്ടേക്ക് പോയാൽ ക്രോമാ കീ എന്നൊരു ഓപ്ഷൻ കാണും. ആ ക്രോമാ കീ ഇനേബിൾ ചെയ്ത് കൊടുത്ത് ടിക്ക് കൊടുക്കുക. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ആ മിസ്റ്റർ ടെക്കി എന്ന വേർഡിൻ്റെ താഴെ, അതായത് അടിയിലായിട്ട് ആ വീഡിയോ പ്ലേ ആവുകയാണ്. അതായത് എത്ര മനോഹരമായിട്ടാണ് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം, ആ ഇൻട്രോ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോന് ജസ്റ്റ് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ക്ലാരിഫിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് എടുക്കുക. എന്നിട്ട് മാക്സിമം ക്വാളിറ്റി എടുക്കുക. നമ്മുടെ വീഡിയോ എക്സ്പോർട്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ വീഡിയോ. എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ ഇൻട്രോ വീഡിയോ വന്നിരിക്കുന്നത്. താങ്ക് യു ഓൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തുക. കമൻറ്റ് രേഖപ്പെടുത്തുക.